മുഖ്യമന്ത്രിയുടെ മകളും പ്രമുഖ സംരംഭകയുമായ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണവുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിൽ വിശദമായ അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും കരിമണൽ കമ്പനിയായ CMRLനെതിരെയും അന്വേഷണം നടത്തും. ആരോപണ വിധേയമായ എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തവുമായിരുന്നു. തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായൺ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത്. അതേസമയം ആരോപണങ്ങൾക്ക് അവ്യക്തമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. എന്നാൽ മറുപടി നൽകാൻ പോലും KSIDC തയ്യാറായിരുന്നില്ല. മേൽപ്പറഞ്ഞ 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി പരിശോധിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLുമായുള്ള ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു. നിലവിൽ 2013 കമ്പനീസ് ആക്ട് 210(1)(c) സെക്ഷൻ പ്രകാരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നും ഇത് മാസപ്പടിയാണെന്നുമായിരുന്നു ആരോപണം. എന്നാൽ ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം ഒരുപോലെ നിഷേധിച്ചിരുന്നു. എന്നു മാത്രമല്ല, നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണ വിജയനെ നിരന്തരം നോട്ടമിടുന്നതെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നും CPM പറഞ്ഞിരുന്നു.